ഹായ് ഓൾ, വെൽക്കം ടു കുക്ക്റിൻ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ഗാർലിക് ബട്ടർ നാൻ എങ്ങനെയാണ് ഓവനും തന്തൂരും ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ പാനിൽ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു ഇൻസ്റ്റൻറ്റ് ഗാർലിക് ബട്ടർ നാൻ ആണ്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാൻ ഒരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര്, ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ഇത്രയും ആണ് ഇതിന് വേണ്ടിയത്. ആദ്യമായിട്ട് നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂണോളം പഞ്ചസാരയും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ് പിന്നെ 1 കപ്പ് തൈര്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഒരു ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മാവ് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു 1 അവറിലേക്ക് ഇത് നമ്മൾ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഈ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ നമ്മുടെ നാനിൻ്റെ വലുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ബോളുകൾ റെഡിയാക്കണം. എന്നിട്ട് ഓരോ ബോളുകൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവിൽ ഡിപ്പ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം, റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ എടുക്കാം. അപ്പോൾ ആദ്യം റൗണ്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുള്ളി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നാൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ റെഡിയാക്കിയ നാനിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും മല്ലിയിലയും പിന്നെ നമ്മുടെ കറുത്ത എള്ള്, സെസമേ സീഡ്സ്, അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് പതുക്കെ ഈ റോളർ വെച്ച് ഒന്ന് ജെൻ്റ്ലി റോൾ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ വെളുത്തുള്ളിയും മല്ലിയിലയും സെസമേ സീഡ്സും എല്ലാം അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പുറകുവശത്ത് നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ അല്ല ഉപയോഗിക്കുന്നത്, നോൺ സ്റ്റിക്ക് അല്ലാത്ത സാധാരണ ഒരു പാനാണ് ഇതിന് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മളിത് തീക്ക് ഡയറക്റ്റ് ആയിട്ട് പിടിക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഈ നാൻ പാനിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പാനോ കുക്കറോ ഒക്കെ എടുക്കാം. ഒരു മീഡിയം ഹീറ്റിൽ ഈ പാൻ ചൂടാക്കിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച നാൻ അതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യും. എന്നിട്ട് ചെറിയ ബബിൾസ് ഒക്കെ വരുമ്പോഴത്തേനും അത് തീക്ക് അഭിമുഖമായിട്ട് ഇതുപോലെ പിടിക്കുന്നുണ്ട്. എല്ലാ വശത്തും തീ ഒരുപോലെ കിട്ടാനായിട്ട് ആ പാൻ ഒന്ന് ഇടയ്ക്ക് റോൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് നമുക്ക് നല്ല നാൻ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഈ നാനിലേക്ക് ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നാനുകളും റെഡിയാക്കി എടുക്കാം. കണ്ടോ? അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഗാർലിക് ബട്ടർ നാൻ ഓവനും തന്തൂറും ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.